ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാനാകാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യു.ഡി.എഫിൽ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നതയും ആശയക്കുഴപ്പവും തുടരുകയാണ്. ബഹിഷ്കരിക്കില്ലെന്നും സഹകരിക്കില്ലെന്നും പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയാണ് വി.ഡി. സതീശൻ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതാണ് യു.ഡി.എഫിനുള്ളിലെ തർക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന യു.ഡി.എഫ് യോഗത്തിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജനങ്ങളിൽ എതിർപ്പുണ്ടാക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കാൻ യു.ഡി.എഫ് യോഗത്തിന് ആയില്ല. അതിന്റെ ആശയക്കുഴപ്പം സതീശന്റെ പ്രതികരണത്തിലുണ്ട്. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അല്ല, ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അല്ല, അത് അവരുടെ ഇഷ്ടം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടി രാഷ്ട്രീയ മുതലെടുപ്പിന് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. എന്നാൽ വിവാദമുണ്ടാക്കി ബി.ജെ.പിക്കൊപ്പം രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷവും ശ്രമിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വസ്തുതകൾ. അല്ല, എൻ്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എൻ്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെ സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തു പോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. അല്ലല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും ആ HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്. അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഈ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നതെന്നും. അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ അത് അടുത്ത സർക്കാർ നടത്തിക്കോളും. ഇവർ നടത്തണ്ട. ഇതിപ്പോൾ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.